യാത്രയുടെ ദിവസങ്ങൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കാനഡയുടെ ക്രോസ് ആയിട്ടാണ് പോകാൻ പോണേ അല്ലേ? ഇവിടെ നമ്മൾ പുറപ്പെടും. ഈ അറ്റത്തേക്ക് എത്തണം. നമ്മളിവിടുന്ന് കിങ്സ്റ്റണിന്ന് നമ്മൾ ബാംഗ്ലൂർ വരെയുള്ള ഡിസ്റ്റൻസിനെ കാണിക്കുന്നത്. വൺ സൈഡ് 5000 കിലോമീറ്റേഴ്സ്, നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു 10,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ടാവും. ഇതിനിടയിൽ നമ്മൾ 3-4 സ്ഥലത്ത് ഹോൾട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്ഥലമല്ലേ? നല്ല നട്ടപ്പാറവയില് ഒരു 1300 കിലോമീറ്റർ നമ്മളിപ്പോൾ കവർ ചെയ്ത് കാണും അല്ലേ? 1300 കിലോമീറ്റർ കവർ ചെയ്തു. ഇനി ഒരു 500 കിലോമീറ്റർ കവർ ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. നമ്മൾ റെസ്റ്റ് എടുക്കും. ലെറ്റ്സ് ഗോ അവർ ജേർണി. ഹലോ, നമസ്കാരം. എല്ലാവർക്കും 777 അട്രാക്ഷൻസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞങ്ങൾ രാത്രി പുറപ്പെട്ടു. 12 മണി കഴിഞ്ഞപ്പോഴാണ് രാത്രി ഞങ്ങൾ പുറപ്പെടുന്നത്. ഇതൊരു ലോങ് ജേർണിയാണ്. സാധാരണ പോലത്തെ ട്രിപ്പ് അല്ല, ദിവസങ്ങളെടുക്കും. കുറച്ച് ദൂരം കൂടുതലുണ്ട്. നമ്മൾ ആൽബർട്ടയിലുള്ള ബാൻഫ് വിസിറ്റ് ചെയ്യും. അതിനുശേഷം ബ്രിട്ടീഷ് കൊളംബിയ വിസിറ്റ് ചെയ്യും. 3 ആയിട്ടാണ് നമ്മൾ 3 ടൈം സോണും നമ്മൾ പാസ് ചെയ്യും. അപ്പോൾ വണ്ടിയെല്ലാം ഫുൾ പാക്ഡ് ആണ്. ഞങ്ങൾ എല്ലാ സാധനങ്ങളും നിറച്ച് ഒരു ഫാമിലി ട്രിപ്പാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ലെറ്റ്സ് ഗോ ഓൺ. ഇപ്പോൾ ഒണ്ടാരിയോയുടെ 401 ഹൈവേന്ന് കിങ്സ്റ്റണിൽ നിന്നും പുറപ്പെട്ട് പിന്നീടുള്ള വഴി ഇതാണ്. കൺട്രി സൈഡ് വഴികളാണ്, ഹൈവേ അല്ല കേട്ടോ. രാക്കൂതി ഇരുട്ടാണ്. ചന്ദ്രൻ മാത്രമേ ഉള്ളൂ ഈ വഴിയിൽ, വേറെ ആരും ഇല്ല. ശരിക്കും നമ്മുടെ യാത്ര തുടങ്ങണതെന്ന് പറയാം. രാത്രി ഏറെ വൈകിയോണ്ട് ഞങ്ങൾ കുറച്ചു നേരം ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തിയൊന്ന് ഉറങ്ങി. ഒരു 3-4 മണിക്കൂർ അല്ലേ? അപ്പോൾ ഇപ്പോൾ 5:45 രാവിലെ. പുറത്ത് നല്ല ലൈറ്റാണ്. അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഓ, വളരെ സ്റ്റീപ്പാണ് അല്ലേ? ചപ്പാത്തി കിട്ടിയത് സമയം 6:45. ജോൺ തപ്പുന്നു. എല്ലതും കഴിക്കാനുണ്ടോ? ഓക്കെ, ഓരോന്നോരോന്ന് പോരട്ടെ ഇങ്ങോട്ട്. ഓ, ഫുൾ പാക്ഡ് ആണ്. ഇനിയിപ്പോൾ ഒരെണ്ണം എടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വഴിയിൽ നിന്ന് എടുക്കേണ്ടി വരൂലേ? ചിക്കൻ നഗറ്റ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിസ്സ ഉണ്ട്, ഹോം മെയ്ഡ് പിസ്സ. നഗറ്റ്സ് എത്തി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മട്ടാവിലേക്കാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ പെടുന്ന സംഭവമല്ല, പക്ഷേ നമ്മൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. മോർണിംഗ് ഒരു 7 o'clock ആവണുള്ളൂ. ഉണ്ടല്ലേ? നല്ല തണുപ്പുണ്ട് കേട്ടോ. ആക്ച്വലി നല്ല ചൂടുകാലമാണ്, പക്ഷെ രാവിലെ തണുപ്പുണ്ട്. കിടക്കാല്ലേ? ഡേ 1 ചായയും നഗറ്റ്സും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പോകും. ഓരോ കാറ്റും ഇറക്കും കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. പ്രോവിൻസ് ക്രോസ് ചെയ്യുന്നതായതുകൊണ്ട് ഓരോ പ്രോവിൻസിനായി ഹൈ റേഞ്ചിലൂടെ കടന്നിട്ടാണ് നമ്മൾ അടുത്ത പ്രോവിൻസ് ഇറങ്ങുന്നത് പറയും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാൻസ് ഹൈവേ 17. ഒരു ഹൈ റേഞ്ച് ഏരിയയാണ്. രാത്രിക്കാണെങ്കിൽ കുറച്ച് ടഫാണ്. കാഴ്ചകളൊന്നും ഉണ്ടാവില്ല. ഒരു വീട് ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. നല്ല വഴിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? വൃക്ഷങ്ങളൊക്കെ ഒരേ പാറ്റേൺ ആണ്. അപ്പൊ ഇടയ്ക്ക് ഒറ്റയ്ക്കായിട്ട് വണ്ടികളുള്ളൂ. ഇവരാണെങ്കിൽ ഇതുപോലത്തെ തടികൾ കയറ്റിയിട്ടുള്ള ലോറികളാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും വണ്ടികളെ ഉണ്ടായിരുന്നില്ല രാത്രിയിലെ. വളരെ റെയറായിട്ട്. അതെ, ഒരു 3 മണിക്കൂർ ട്രാവൽ ചെയ്തതിൽ ഒരു 3 ലോറി ഉണ്ടായിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ഓ, ഇത് നല്ലൊരു രസമുണ്ടല്ലോ. നോക്കിയാൽ സ്റ്റീപ്പായിട്ടുള്ള റോഡ്. ട്രാൻസ് കാനഡ 17 വഴി നമ്മൾ പോകുമ്പോഴാണ് വിനിപെഗിലേക്കാണ് നമ്മൾ ലക്ഷ്യം വെച്ച് പോണേ. ഇനി ഇവിടുന്ന് ഒരു 1800 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണത് വിനിപെഗിലേക്ക്.
ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ അതിന് മുമ്പിൽ വന്ന് ചാടാറുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങളൊക്കെ എടുക്കുന്ന യാത്രകളാണെങ്കിലോ പിന്നെ പറയേണ്ടതില്ലല്ലോ അല്ലേ. ഇപ്പോൾ ഈ ഒരു യാത്രയുടെ കാര്യമാണെങ്കിൽ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ ലീവൊക്കെ ഒന്നിച്ച് വേണം. പിന്നെ കുട്ടികളുമായിട്ടുള്ളൊരു യാത്രയാണ്, വെക്കേഷൻ ടൈമിനുള്ളിൽ തന്നെ അത് കവറാവണം. ഇങ്ങനെ കുറേയധികം പ്രതിസന്ധികളും അതിനപ്പുറം ഉണ്ടായിരുന്നു കേട്ടോ. ലീവ് സാങ്ഷൻ ആയപ്പോൾ പിന്നെ അധികം ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് അങ്ങ് മൂവ് ചെയ്തു കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് മോർ ദാൻ 10,000 കിലോമീറ്റേഴ്സും അതും ഞങ്ങളുടെ കിയ സ്പോട്ടേജിൽ സഞ്ചരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വെല്ലുവിളികൾ വേറെയുണ്ട്. കാനഡ എന്ന രാജ്യത്ത് കിങ്സ്റ്റണിൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങൾക്ക് വെസ്റ്റിലോട്ട് മൂവ് ചെയ്താലാണ് മാനിറ്റോബ, സസ്കാച്ചുവാൻ, ആൽബർട്ട, BC, യൂക്കോൺ എന്നീ പ്രൊവിൻസുകളിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ദൂരം കൂടുന്നതിനനുസരിച്ച് റിസ്ക്കും കൂടും എന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. പക്ഷേ ഈ വെല്ലുവിളിയെ നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് സജ്ജമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം നോക്കിക്കോളൂ നീ. ഞങ്ങൾ 350 കിലോമീറ്റർ കവറായിട്ടുള്ളൂ കിങ്സ്റ്റണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ അവിടെ മോർണിംഗിൽ ജസ്റ്റ് പെട്രോൾ പമ്പിൽ നിർത്തി ഒന്ന് ഫ്രഷായി. ഇനി യാത്ര തുടരുകയാണ്. നമ്മുടെ അടുത്ത ഹോൾട്ട് വരുന്നത് കപ്പുസ്കാസ്കിൻ എന്ന സ്ഥലത്തിന്റെ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. 538 കിലോമീറ്ററിന്റെ ഇവിടുന്ന്. അപ്പൊ അവിടെയാണ് നമ്മുടെ അടുത്ത ഹോൾട്ട്. അപ്പോൾ 300 + 500 800 ആവാൻ പോകുന്നു. ഒട്ടാവയിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു മനുഷ്യനുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആരത്? ഓ, നമ്മുടെ അന്നത്തെ ഗോഡായി പോയില്ലേ, എന്താ പേര്? രാമു. ആ, അയാളാണ് അവിടെ നിക്കുന്നത്. അയാളുടെ കയ്യിൽ കോടാലി ഉണ്ട്, അടുത്ത് പുഴയുണ്ട്. അപ്പൊ ഈ പുഴയെന്നായിരിക്കും ജലദേവത വന്നത് അല്ലേ? ഓ, അപ്പൊ ഗൈസ്, കുറെ നാളത്തെ കഥയിൽ നമ്മുടെ താരമായിരുന്ന രാമുവും കോടാലിയൊക്കെ ഇല്ലേ, ജലദേവത വന്ന് കോടാലി കൊടുത്ത കഥ ആക്ച്വലി നടന്നത് കാനഡയിലെ മട്ടാവയിലാണ്. അത് ഞങ്ങൾ ഇന്നാണ് കണ്ടുപിടിച്ചത്. നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ഒരാള് കോടാലി പിടിച്ച് നിൽക്കുന്നത്? ആ പുഴയെന്ന് ആ കോടാലി കിട്ടിയത്. അപ്പൊ മറ്റേ സ്വർണ്ണ കോടാലി എവിടെ നിന്നാണ് ഉണ്ടാവോ? മൂന്നും കൊടുത്താ. പക്ഷെ അയാളുടെ ഒരു മരത്തിന്റെ കോടാലി ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ ഒന്ന് മുങ്ങി തപ്പായിരുന്നു. പുഴയുണ്ട്, തണുപ്പാ. കണ്ടോ, 5 hours and 59 minutes. ഓക്കെ, ഈ വഴി ഹൈവേ ആണെന്നാണ് അതായത് പറയുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള കബുസ്കാസിയിലേക്ക് പോകുന്ന വഴിയാണിത്. രാത്രി ഈ വഴിയിൽ സഞ്ചരിക്കുന്നത് ഇത്തിരി മുഷ്കിലായിരിക്കും. കാരണം ഇവിടെ ആനിമൽസ് ചാടാൻ സാധ്യതയുണ്ട്. ഒരു വിധത്തിൽ എല്ലായിടത്തും മാൻ ചാടും, പക്ഷെ ഇവിടെ എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇത് ഇത്തിരി ടഫാണ്. പകലായതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ഹൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒട്ടാവ റിവർ ആണ് ഇത് കാണുന്നത്. ഇവിടെ അടിപൊളിയാണല്ലോ. ക്യൂബക്കിന്റെ ബോർഡർ വഴിയാണ് നമ്മൾ പാസ് ചെയ്യണത് അല്ലേ? ഇപ്പൊ നമ്മള് ക്യൂബക്കിന് ക്യൂബക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഒണ്ടാരിയോ ക്യൂബക്ക് ബോർഡറാണ് നമ്മളിപ്പോ ഒട്ടാവ റിവറിന്റെ അതുവഴി ബോർഡർ കഴിഞ്ഞ് നമ്മൾ എത്തിയത്. ഇവിടെ ഫ്രഞ്ചിലും ബോർഡുകളാണ്, കാരണം ക്യൂബക്ക് കൂടിയാണ് നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊവിൻസ് കൂടി നമ്മൾ ആഡ് ചെയ്തു. കളർ ചേഞ്ച് കണ്ടില്ലേ? ഗ്രീനിന്റെ ഇടയിൽ വേറൊരു ലൈറ്റ് ഗ്രീൻ, യെല്ലോ എന്ന് പറയാം. ഓ, നല്ല രസല്ലേ? പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭൂമിയല്ലേ? ഒരു താഴ്വരയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഇതിനായിട്ടുള്ള സ്ഥലമല്ലേ ഏട്ടാ? പിക്ചറിനുള്ള വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. വാലി കണ്ടില്ലേ? തിരക്കുകളൊന്നുമില്ല, ആർക്കും തിരക്കില്ല. വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം. ആൾക്കാരൊക്കെ എണീറ്റിട്ടുണ്ടല്ലോ. ഹലോ, നമ്മളിപ്പോ ഒരു സ്നാക്സ് ബ്രേക്ക് എടുക്കണം.
5 hours ആയി കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അല്പം റെസ്റ്റ്, അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇത് പ്ലാസ്റ്റിക്കാ? പ്ലാസ്റ്റിക് അല്ലേ, ഹോം മെയ്ഡ് പിസ്സ. ഇന്നലെ നമ്മൾ ഇന്നത്തേക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം നമ്മൾ കൊണ്ടുവന്നു. കൊതുണ്ടാ? എഴുന്നേറ്റാ? കൊറേ നേരം ഉറക്കം തുടങ്ങിയിട്ട്. കണ്ടോ നമ്മുടെ ഡിക്കി ഫുള്ളാ. മിഠായി ഒക്കെ തരാം, നീ ഫുഡ് കഴിക്കുക. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്തിട്ട് അടുത്ത കണ്ടിന്യൂസ് ഡ്രൈവ് അല്ലേ. ഇനി ഒരു 3 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ എവിടെ എത്തില്ല, ഒന്ന് പെട്രോൾ അടിച്ചിട്ട് പോവാം. കാനഡയിലുള്ള ആൾക്കാർ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ സഞ്ചരിക്കുള്ളൂ. നമുക്ക് വേറെ റൈഡൊന്നും എടുക്കേണ്ടതില്ല. വണ്ടർലാൻഡിലൊന്നും പോകേണ്ടതില്ല. നമ്മള് റൈഡുകൾ ഇങ്ങനെ അഡ്വഞ്ചർ റൈഡ്സ് വേ പോണു മുകളിൽ, മലയുടെ മുകളിലേക്ക്. ഇനി അത് കഴിഞ്ഞൊരു ഒറ്റ ഇറക്കുണ്ടാവും. ഇവിടെ എല്ലാം മരം വെട്ടും അല്ലെ, കാടുള്ള ഉണ്ടായിരിക്കും അല്ലെ. നമ്മളെല്ലാ ഹോട്ടലുകളും ഉണ്ടല്ലേ, സൂപ്പറൈറ്റും മറ്റേതാണ് 2 ഹോട്ടൽ നമ്മൾ നോക്കിയത്. ഇവിടെ കുറെ ഹോട്ടൽസ് ഉണ്ട് ഗൈസ്. വരുന്നവർക്ക് ഇവിടെ 2 വണ്ടികളല്ലേ, 2 വണ്ടിയായിട്ടാണ് അവർ വന്നേക്കുന്നത്. എസ്സോ എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊരു ടൗൺ ആണ്. ലോങ് ട്രാവലൊക്കെ ചെയ്ത് വരുന്നവർക്ക് ഒരു ഹോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ, നൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഹീസ്റ്റിൽ സ്റ്റേ ചെയ്യാം. രാത്രി ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത് നിൽക്കാനായിട്ട്, കാരണം വൈകുമെന്നായിരുന്നു തോന്നിയിരുന്നത്. പക്ഷെ നമ്മൾ ഉച്ചയാകുമ്പോൾ തന്നെ എത്തി. ഇപ്പൊ സമയം 3:10 അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യേണ്ട കാര്യമില്ല. ഡേ ലൈറ്റ് 9 മണി വരെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി യാത്ര ചെയ്യാണ് അടുത്ത 5 മണിക്കൂർ, 500 കിലോമീറ്റർ. ഞങ്ങൾ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. റീചാർജിങ് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. കിട്ടി മോനെ. നല്ല രസല്ലേ? ഇവിടെ മുട്ടിച്ച ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ നിറച്ച് മൂസിന്റെ അപ്പി കിടക്കുന്നുണ്ട്. കഷ്ടം അവിടെ ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടാ. മൂസിനെ കണ്ടില്ലെങ്കിൽ എന്താ കഷ്ടം കണ്ടല്ലേ, സന്തോഷായില്ലേ? മുട്ടക്കുണ്ട്. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് അല്ലേ. ഏകദേശം 5000 കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഈ ലേക്കുകളൊക്കെ ഉണ്ടല്ലേ, പോകുന്ന വഴിയിലൊക്കെ ലേക്കുകളും ട്രാൻസിറ്റ് ഹൈവേകളാണ്. ഇത് കുറച്ച് നേരം വണ്ടി നിർത്തിയേക്കാണ്. വണ്ടിയുടെ ഫ്രണ്ട് ഉണ്ടല്ലേ, അടിപൊളി. പുൽച്ചാടി പോലത്തെ ഒരു സാധനം വന്ന് ഇടിച്ചിട്ടാണ്. ഇതൊരു ഈച്ചയാണല്ലേ, ഇതൊരു ഈച്ച. എന്താണ് പരിപാടി? ഞാനിപ്പോ പൊട്ടിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെടി കൊണ്ടുപോയി വളർത്താറുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. യാത്ര ചെയ്തിട്ട് ഫസ്റ്റ് ദിവസം ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് 777 ജാക്ക് ജോൺസ്. ഒണ്ടാരിയോന്ന് നമ്മൾ മൂവ് ചെയ്യാൻ പോകണം. അപ്പോൾ ഒണ്ടാരിയോത്തെ ഫ്ലവേഴ്സ്, സമ്മർ ഫ്ലവേഴ്സ്.